ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മുതിർന്ന പൌരന്മാർക്ക് കോവിഡ്-19 വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചു. വാക്സിൻ സ്വീകരിച്ച് പ്രധാനമന്ത്രിയും. കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് നേരിയ കുറവ്. രണ്ടാംഘട്ട വാക്സിൻ യജ്ഞത്തിനുള്ള നടപടി ആരംഭിച്ചു. സംസ്ഥാനത്ത് RT-PCR പരിശോധനയ്ക്കുള്ള മാർഗനിർദ്ദേശം പുതുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും. ചരക്കുസേവന നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് തുടക്കം. വാർത്തകൾ വിശദമായി. മുതിർന്ന പൌരന്മാർക്കുള്ള കോവിഡ്-19 വാക്സിൻ കുത്തിവയ്പ് രാജ്യവ്യാപകമായി ആരംഭിച്ചു. 45 വയസ്സിന് മേൽ പ്രായമുള്ള മറ്റു രോഗങ്ങളുള്ളവർക്കും ഈ ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകും. ഇതിനായി www.cowin.gov.in എന്ന വെബ്സൈറ്റിലോ കോവിൻ 2.0 പോർട്ടലിലോ ആരോഗ്യസേതു ആപ്പിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. 10,000 സർക്കാർ ആശുപത്രികളിൽ ഈ ഘട്ടത്തിൽ സൌജന്യമായി വാക്സിൻ നൽകും. 20,000 വരുന്ന സ്വകാര്യ വാക്സിൻ കുത്തിവയ്പ് കേന്ദ്രങ്ങളിൽ വാക്സിൻ പണം നൽകി സ്വീകരിക്കണം. സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു ഡോസ് വാക്സിന് 250 രൂപ വരെ ഈടാക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ്-19 വാക്സിന്റെ ആദ്യ ഡോസ് കുത്തിവയ്പ് എടുത്തു. ഈ ഘട്ടത്തിൽ കോവിഡ്-19-നെതിരായ വാക്സിൻ സ്വീകരിക്കേണ്ടവരെല്ലാം കുത്തിവയ്പ് എടുക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും രാജ്യത്തെ കോവിഡ് മുക്തമാക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലാണ് പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. പുതുച്ചേരിയിൽ നിന്നുള്ള സിസ്റ്റർ പി നിവേദയാണ് പ്രധാനമന്ത്രിക്ക് വാക്സിൻ കുത്തിവച്ചത്. സംസ്ഥാനത്ത് ചികിത്സയിലുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ൽ താഴെയായി. 49,420 പേരാണ് വിവിധ ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ 4,333 പേർ കോവിഡ് മുക്തരായി. 62,769 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,254 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. 5.18% രോഗസ്ഥിരീകരണ നിരക്ക്. സംസ്ഥാനത്ത് രണ്ടാംഘട്ട കോവിഡ്-19 വാക്സിൻ കുത്തിവയ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൌരന്മാർക്കും 45-നും 59-നും ഇടയിൽ പ്രായമുള്ള മറ്റു രോഗബാധിതർക്കുമാണ് രജിസ്ട്രേഷൻ. കൊല്ലം ജില്ലയിലെ രണ്ടാംഘട്ട വാക്സിൻ യജ്ഞത്തിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് കളക്ടർ ബി അബ്ദുൾ നാസർ. ജില്ലയിലുടനീളം 18 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. 18 കേന്ദ്രങ്ങളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കുന്നതിന് സൗകര്യങ്ങളുണ്ടാകും. ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമുള്ള എല്ലാവർക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാണ്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും സഹകരിക്കുക. അതുപോലെ തന്നെ 45 മുതൽ 59 വരെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അവർ കോമോർബിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർക്കും വാക്സിനേഷൻ പ്രോസസ്സിൽ ഭാഗമാകാം. സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാക്സിൻ നമുക്കിവിടെ ലഭ്യമാണ്. മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വാക്സിനേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് 3-4 ദിവസം കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിൻ കുത്തിവയ്പ്പിന് തത്സമയ രജിസ്ട്രേഷൻ നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുമായി രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു. ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ആപ്പിലൂടെ തത്സമയം രജിസ്റ്റർ ചെയ്താണ് വാക്സിൻ നൽകി തുടങ്ങിയത്. റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണം, മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള കോവിഡ്-19 വാക്സിൻ കുത്തിവയ്പും ഇന്ന് നടക്കുന്നുണ്ട്. അടുത്ത ഘട്ടം മുതൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിവരുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ, സ്വകാര്യ, മൊബൈൽ, സ്റ്റാറ്റിക് ലബോറട്ടറികളിൽ നടത്തുന്ന RT-PCR പരിശോധനയ്ക്ക് മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുതുക്കി. പരിശോധനകൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടിയാണ് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയത്. സർക്കാർ ലാബുകളുടെ പരിശോധനാ ശേഷിക്കപ്പുറം RT-PCR പരിശോധന ആവശ്യമായി വന്നാൽ അംഗീകൃത സ്വകാര്യ ലാബുകളിൽ പരിശോധനയ്ക്ക് അയക്കാം. തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഈ മാസം 31 വരെ നീട്ടി. ഓഫീസുകളും കടകളും വ്യവസായ സ്ഥാപനങ്ങളും നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ആഴ്ച അവശേഷിക്കെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നടത്തുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും. LDF സീറ്റ് വിഭജനത്തിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനത്തിലെത്താനാണ് CPM നീക്കം. CPM-CPI യോഗത്തിന് ശേഷമാകും LDF യോഗത്തിനുള്ള തീയതി നിശ്ചയിക്കുക. UDF സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ചർച്ച നടത്തും. 12 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് വിഭാഗം.
മുന്നണികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നതോടെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളുടെ അവകാശവാദങ്ങളാണ് നിർണായകമാവുക. 3 മുന്നണികളിലായുള്ള 8 കേരള കോൺഗ്രസ് വിഭാഗങ്ങളിൽ 6 വിഭാഗങ്ങളും കോട്ടയം ജില്ലയിലാണ് പ്രധാനമായും സീറ്റ് ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ടോം മാത്യു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം, ആർ ബാലകൃഷ്ണപിള്ള വിഭാഗം, സ്കറിയ തോമസ് വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിങ്ങനെ 4 കേരള കോൺഗ്രസുകളാണ് LDF-ലുള്ളത്. ബാലകൃഷ്ണപിള്ള വിഭാഗം ഒഴികെയുള്ളവ പ്രധാനമായും കോട്ടയം ജില്ലയിലാണ് സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDF-ലെ കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് വിഭാഗങ്ങളിൽ ജോസഫ് വിഭാഗം ജില്ലയിൽ 6 സീറ്റ് ആവശ്യപ്പെടുന്നു. NDA-യിലാകട്ടെ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം തിരിച്ചെത്തിയതും കേരള ജനപക്ഷം എത്താൻ സാധ്യത തെളിഞ്ഞതും സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിഫലിക്കും. NDA-യിൽ അംഗമായെത്തി BJP-യിൽ ലയിച്ച കേരള കോൺഗ്രസ് വിഭാഗത്തിന്റെ നേതാവ് നോബൽ മാത്യു ആണ് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് എന്നതും പ്രത്യേകതയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് ശ്രീ സുരേന്ദ്രൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി പരിശോധിക്കുന്ന ജില്ലകളിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് ഇടുക്കി ജില്ല. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. കോൺഗ്രസിന് UDF-നും നല്ല വേരോട്ടമുള്ള ഇടുക്കിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കണക്കുകൾ പക്ഷേ വ്യത്യസ്തമാണ്. ആകെയുള്ള 5 സീറ്റിൽ 2006 മുതൽ മേൽക്കൈ LDF-നാണ്. അന്ന് 5-ൽ 4 സീറ്റും LDF നേടി. തുടർന്നിങ്ങോട്ട് 2 തെരഞ്ഞെടുപ്പിലും LDF 3, UDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDF-ലായതോടെ LDF-ന് 4 സീറ്റായി, UDF-ന് തൊടുപുഴ മാത്രം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. UDF ആവട്ടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള വാശിയിലുമാണ്. ഇരുമുന്നണികൾക്കും ശക്തമായ ഭീഷണിയുമായി NDA-യും രംഗത്തുണ്ട്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി, തൊടുപുഴ എന്നിങ്ങനെ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ NDA മികച്ച മത്സരം കാഴ്ചവെച്ചിരുന്നു. ആ ശക്തി നിലനിർത്താൻ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ അവരും രംഗത്ത് കൊണ്ടുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സ്ഥാനാർത്ഥികളായാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതെന്നും സർവകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. 2019-20 സാമ്പത്തിക വർഷത്തിലെ വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. GSTR 9, GSTR 9C എന്നിവ സമർപ്പിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സമയം നീട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. നേരത്തെ കഴിഞ്ഞ ഡിസംബർ 31-ന് അവസാനിച്ച സമയപരിധി ഇന്നലെ വരെ നീട്ടിയിരുന്നു. സംസ്ഥാനത്ത് SSLC, ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ ഇന്നു മുതൽ. 5-ന് അവസാനിക്കുന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം വേഗം പൂർത്തിയാക്കി 10-ന് ഉത്തരക്കടലാസുകൾ വിതരണം ചെയ്യും. ഈ മാസം 17 മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് രാവിലെയും SSLCക്ക് ഉച്ചയ്ക്കുമാണ് പൊതുപരീക്ഷ നടക്കുക. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പാലക്കാട് പതിപ്പിന് തുടക്കമായി. പ്രിയ തിയേറ്ററിൽ വൈകിട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തും. തുടർന്ന് മേളയുടെ ഉദ്ഘാടന ചിത്രമായ ജാസ്മില സബാനിക്കിന്റെ ബോസ്നിയൻ ചിത്രം കോ വാഡിസ് ഐഡ പ്രദർശിപ്പിക്കും. രാജ്യാന്തര ചലച്ചിത്രമേള രജത ജൂബിലി ഫോട്ടോ പ്രദർശനം മേള അറ്റ് 25 സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 20 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നാളെ സംസ്ഥാനത്ത് വാഹന പണിമുടക്ക് നടത്തും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വാഹന പണിമുടക്കിൽ പങ്കെടുക്കും. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 280 രൂപ വർദ്ധിച്ച് 34,440 രൂപയും ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 4,305 രൂപയുമാണ് ഇന്നത്തെ വില. ഐ-ലീഗ് ഫുട്ബോളിൽ ആദ്യ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഗോകുലം കേരള FC ഇന്ന് ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് കൊൽക്കത്തയിലാണ് മത്സരം. 19 പോയിന്റുള്ള ചർച്ചിൽ ലീഗിൽ 1-ാം സ്ഥാനത്താണുള്ളത്. ഗോകുലം 16 പോയിന്റുമായി 3-ാം സ്ഥാനത്താണുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് മുതിർന്ന പൌരന്മാർക്ക് COVID-19 വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചു. വാക്സിൻ സ്വീകരിച്ച് പ്രധാനമന്ത്രിയും. കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് നേരിയ കുറവ്. 2ാം ഘട്ട വാക്സിൻ യജ്ഞത്തിനുള്ള നടപടി ആരംഭിച്ചു. സംസ്ഥാനത്ത് RT-PCR പരിശോധനയ്ക്കുള്ള മാർഗനിർദ്ദേശം പുതുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും. ചരക്കുസേവന നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് തുടക്കം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.